നായർ ഈഴവ വോട്ടുകൾ ബി ജെ പിയുടെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ ഏത് പെട്ടിയിലായിരിക്കും വീണിട്ടുണ്ടാവുക? ഈ തുറുപ്പ് ചീട്ടായി മാറുകയാണെന്നൊക്കെ ഉള്ളത് ഏതാണ്ട് 10,000 പേരുടെ സർവേ നടത്തിയ ചില ആളുകൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. കഴിഞ്ഞ തവണ പക്ഷേ എനിക്ക് തോന്നുന്ന ലോക്നീതിയിലൊക്കെ സർവേയിലാണെന്ന് തോന്നുന്നു 42% ഈഴ വോട്ടുകൾ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞു. ഈ ശതമാനക്കണക്കൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കഴിഞ്ഞ തവണ ഒരുപാട് ഈഴ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിരുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം ഇത്തവണ അതെല്ലാം തന്നെ സി പി എമ്മിലേക്ക് തിരിച്ച് വരും എന്നാണ്. നായർ വോട്ടുകളിൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള കുറേ വോട്ടുകളെങ്കിലും കുറച്ച് വോട്ടുകളെങ്കിലും, അതായത് ഒരു ഭരണവിരുദ്ധ കുറച്ചെങ്കിലും ഒരു സ്ലൈറ്റായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ കുറേ വോട്ടുകളെങ്കിലും കോൺഗ്രസിലേക്ക് കൂടി തിരിച്ചിട്ടാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ നായർ വോട്ടുകളൊക്കെ നേരത്തെ കോൺഗ്രസിനാണ് മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് കോൺഗ്രസിലേക്ക് പോയതാണ്. നായർ പാർട്ടി ആയിരുന്നു. പിന്നെ ഇത്തവണ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുള്ളത്, നായർ വോട്ടുകളിൽ ഒരു സൈസബിൾ നമ്പർ സി പി എമ്മിലേക്ക് കൂടി കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 38 ലക്ഷം വോട്ടുകൾ ബി ജെ പിക്ക് കഴിഞ്ഞോണം 38,37,000 വോട്ടുകൾ കിട്ടിയതിൽ അതൊരിക്കലും ബി ജെ പിക്ക് ഇത്തവണ കിട്ടില്ല. ആ കിട്ടാത്ത വോട്ടുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ ചങ്ക് ഓഫ് വോട്ടുകൾ സി പി എമ്മിലേക്കും എൽ ഡി എഫിലേക്കും ഒക്കെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഞാൻ. ഇതിനാണ് അത് തിരിച്ചെത്തുന്നത്. ഇപ്പോൾ ശബരിമല പോലുള്ള വിഷയമുണ്ട്. ഇപ്പം ഹിന്ദു ആളുകൾക്കിടയിൽ കുറേയധികം വികാരം വ്രണപ്പെട്ടിട്ടുണ്ട്. ഈ ശബരിമല എന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരു 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു വിഷയം നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമാകുന്നൊരു കാര്യമല്ല. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ തോൽപ്പിച്ചു എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ്, ഐസ്ക്രീം പാർലർ കേസ് ഒരൊറ്റ തവണ അവിടെ വലിയ വിഷയമുള്ളൂ. രണ്ടാമത്തെ തവണ അത് വീണ്ടും നിങ്ങൾക്ക് ഇറക്കാൻ പറ്റില്ല, അവിടെ വലിയ വിഷയമാവില്ല അത്. ഇപ്പോൾ ശബരിമല ശരിയാണ്, ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നിയമസഭയിൽ അത് അത്ര വലിയ ചർച്ചയായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, അതിനേക്കാൾ കൂടുതൽ ചർച്ചയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDFും മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഭരണമായിരിക്കും വരിക എന്നുള്ളത് ഓൾറെഡി ഡിവൈഡഡ് ആയിട്ടുള്ള മനസ്സുകളിൽ വലിയ ഭീതി വീണ്ടും ജനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ തുറന്നു പറഞ്ഞാൽ അതിൻ്റെ വലിയ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളുകളുണ്ട്. നിങ്ങളിവിടുത്തെ ഒരു പ്രോ സംഘപരിവാർ ചാനലുകൾ എടുത്തു നോക്കുക. ആ ചാനലുകളിൽ ഇരിക്കുന്ന മിക്ക ആളുകളും തന്നെ വലിയ പിണറായി ഭക്തരായി കൂടി മാറിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് എടുത്തു വെച്ചാൽ ഈവൻ ഞാൻ തുറന്നു പറഞ്ഞാൽ സുജയ പാർവതി മുതൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ നടത്തുന്നവർ പോലും പിണറായി വന്നാൽ കുഴപ്പമില്ല എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അത് തുറന്നു പറഞ്ഞ ഒരാൾ കൂടിയുണ്ട്, TP സെൻകുമാറാണ്. TP സെൻകുമാർ പറഞ്ഞാൽ BJP ജയിക്കില്ല എന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്തുള്ളതാണ്, LDFന് വോട്ട് ചെയ്യണമെന്നാണ്. ആരാണ് TP സെൻകുമാർ എന്ന് കൂടി അറിയണം. നിങ്ങളൊന്ന് ആലോചിക്കണം, TP സെൻകുമാർ ആരാണെന്ന് അറിയണം. TP സെൻകുമാർ മറ്റേ DGP ആകാൻ വേണ്ടി ശ്രമിച്ച് അതാക്കാതെ അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന അദ്ദേഹം വീണ്ടും എന്താണ് കോടതിയിൽ പോയി അനുമതി മേടിച്ച് ഒരു ദിവസം മാത്രം ഇരുന്ന് പുറത്തേക്ക് പോയ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ വീണ്ടും എന്ത് ചെയ്യട്ടെ എന്നാണ്, വരട്ടെ എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് താൽക്കാലികത്തേക്ക് ഈ നായർ ഈഴവ വോട്ടുകൾ CPMലേക്ക് പോകുമെങ്കിലും അത് ഭാവിയിൽ BJPക്ക് ഉള്ളതാണെന്ന് അല്ല, ഉറപ്പായിട്ടും കേരളത്തിൽ അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടാകുമ്പോൾ അത് താൽക്കാലികമായി ടെമ്പററി അഡ്വാൻറ്റേജ് പെട്ടെന്ന് വിള കൊയ്യാൻ പോകുന്നത് CPM ആണെങ്കിലും ഭാവിയിലേക്ക് BJP തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ അത് ഇപ്പോൾ NSS CPMനെ പിന്തുണക്കുകയാണ്. അതുപോലെ തന്നെ CPMൽ ഇപ്പോൾ LDFൽ എത്ര നായർ മന്ത്രിമാരുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് നായരായതിൻ്റെ കൺസിഡറേഷനിലൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10ഓളം പേര് നായർ മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ തങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടിയിട്ടുള്ള ഒരു ഭരണത്തിനെ അവർ ഒഴിവാക്കുമോ എന്നുള്ള സംശയമുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞോട്ടേട്ടാ, നായർ കമ്മ്യൂണിറ്റിയിലും ഈഴവ കമ്മ്യൂണിറ്റിയിലും ഒന്നും എല്ലാവരും ഇതുപോലെ മതപരമായി ചിന്തിക്കുന്ന ജാതീയമായി ചിന്തിക്കുന്ന ആളുകളൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് BJPയിലേക്ക് പോയിട്ടുള്ള ഒരു 12 ലക്ഷം 15 ലക്ഷത്തോളം വരുന്ന പുതിയ വോട്ടുകളിൽ ആ വോട്ടുകളൊക്കെ തന്നെ ഈ ചിന്താഗതി ഉള്ളവരാണ്. ആ ചിന്താഗതി ഉള്ളവർ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിക്കുന്ന മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരു അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കൂടുതൽ അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു ഭരണത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. ആ സംശയം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വോട്ടുകൾ LDFലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് പോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഇത്തവണ ഒരു മജോറിറ്റിയുടെ കൺസോളിഡേഷൻ കൂടി ഏതാണ്ട് ഇത്തവണയും കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് LDFന് അനുകൂലമാകുമെന്നാണ്. അത് BJPക്ക് അനുകൂലമാകുന്നത് ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത കൂടുതലും LDFന് അനുകൂലം. 2-3 സീറ്റിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതാണ് കാരണം തൂക്കുമന്ത്രിസഭയിലേക്ക് പോകും. തൂക്കുമന്ത്രിസഭയിലേക്കല്ല,
കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് LDF രണ്ട് അഡ്വാൻറ്റേജ് കൂടിയുണ്ട് ഗൗതം. അതും കൂടി കാണണം, അതും കൂടി കണ്ടാലേ ഇത് പൂർണ്ണമുള്ളൂ. ഒന്ന്, ഗൗതത്തിന് വിചാരിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന MLA മാരിൽ എത്ര പേര് കോൺഗ്രസിൻ്റെ MLA? 22 പേര് എക്സിസ്റ്റിംഗ് MLA ഉണ്ട്. അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ ഈ പുള്ളി മത്സരിക്കുന്നില്ല, പെരുമ്പാവൂരുള്ള MLA എന്ത് ചെയ്യുന്നില്ല, മത്സരിക്കുന്നില്ല, എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കെ ബാബു മത്സരിക്കുന്നില്ല, 3 പേര് മത്സരിക്കുന്നില്ല. ബാക്കി എല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ 85-90 സീറ്റിലേക്ക് മത്സരിക്കുന്ന എല്ലാവരും തന്നെ പുതിയ ആളുകളാണ് മത്സരിക്കുന്നത്. ഈ പുതിയ ആളുകളിൽ എത്ര പേരെ അവിടുത്തെ നേതാക്കന്മാർ ജയിപ്പിക്കണമെന്ന് വിചാരിക്കുമെന്ന് ചിന്തിച്ചേണ്ട. കാരണം ജയിച്ചു പോയാലുള്ള പ്രശ്നം എന്നറിയാം, പിന്നെ ഒരിക്കലും ആ സീറ്റ് തിരിച്ച് കിട്ടൂല, ഒരിക്കലും തിരിച്ചു കിട്ടൂല. കാരണം ജയിച്ചു പോയാൽ പിന്നെ അവരെ അവിടുത്തെ MLA ആണ്, ജയിച്ചു കിട്ടൂല. അപ്പോൾ ഇത് കോൺഗ്രസിനകത്തുള്ള ഒരു പ്രശ്നം വലുതായിട്ടുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തെ അടുത്ത പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള MLA മാർക്ക് വലിയ ജനസമ്മതിയുണ്ട്. ഇപ്പം തിരുവമ്പാടി യഥാർത്ഥത്തിൽ അവിടെ UDF ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ്. പക്ഷെ അവിടെ ആ തിരുവമ്പാടിയിൽ ഇപ്പോഴുള്ള MLA നിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. 100% ഉറപ്പിച്ച് പറയാവുന്ന BJPക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു മണ്ഡലമാണ് നേമം. പക്ഷെ ഒറ്റ കാര്യം കൊണ്ട് അവിടെ അത് ഉറപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ശിവൻകുട്ടി മത്സരിക്കുന്നുണ്ട്. ഈ പറയുന്ന തൊട്ടടുത്തുള്ള VK പ്രശാന്ത് മത്സരിക്കുന്ന മണ്ഡലം ഈ പറയുന്ന വട്ടിയൂർക്കാവിൽ BJPക്കാണ് ലോക്കൽ ബോഡിയിലും ലോക്സഭയിലും കൂടുതൽ വോട്ടുള്ളത്. പക്ഷെ ഒറ്റ കാര്യം കൊണ്ട് അവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? ആ പ്രശ്നം എന്ന് പറയുന്നത് VK പ്രശാന്താണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള ജനപ്രീതിയുള്ള MLA മാർ അവർ കഴിഞ്ഞ 10 ഏതാണ്ട് മിക്കവരും തന്നെ 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജനപ്രീതിയുണ്ട്. KU ജനേഷ് കുമാറിനെ കോന്നിയിൽ തോൽപ്പിക്കാൻ പറ്റുമോ? കോന്നി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശിന് ചിലപ്പോൾ തോൽപ്പിക്കാൻ പറ്റും, വേറെ ആരും നാം തോൽപ്പിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 2 അഡ്വാൻറ്റേജിനോടൊപ്പമാണ് നേരത്തെ ഞാൻ പറഞ്ഞ BJPയിലേക്ക് പോയിട്ടുള്ള വോട്ടുകൾ കൂടി തിരിച്ച് വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ പോലും ഉള്ള പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? കാന്തപുര അബൂബക്കർ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ്. അവർ പറയുന്നത് അങ്ങനെ മുഴുവനായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ്. ജമാഅത്തായിട്ട് കൂടിയത് കൊണ്ട് മാത്രം ഈ UDFന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന നിരവധി മുസ്ലിംസ് വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട്. കാരണം ഇവരോട് വലിയ വിദ്വേഷമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സ്പ്ലിറ്റുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തത്, BJPയിലേക്ക് അന്യത പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ FCRA മൂലം എന്ത് ചെയ്യില്ല, കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മണിപ്പൂരിലോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലോ കന്യാസ്ത്രീകളോ പള്ളികളോ ആക്രമിക്കപ്പെട്ടതിനേക്കാൾ ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരെയും ബാധിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമാണ്, അതെന്താണ്? FCRA ആണ്. അതുകൊണ്ട് ഇതെല്ലാം ആ ടൈമിലാണ് എക്സാക്ട് ടൈമിലാണ് അത് വന്നേക്കുന്നത്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി വലിയൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് വോട്ട് ചെയ്താലും കോൺഗ്രസിനെ തടഞ്ഞ് BJP അധികാരത്തിൽ വരുമെന്നുണ്ടെങ്കിൽ കുറേ കൂടി വോട്ട് കിട്ടിയാൽ ഈ 38 ലക്ഷം വോട്ട് വേണമെങ്കിൽ BJP കിട്ടിയാൽ. പക്ഷെ അങ്ങനെ BJP ഒരിക്കലും അധികാരത്തിൽ വരില്ലെന്ന് എല്ലാവർക്കും അറിയാം, അവരുടെ അനുഭാവികൾ കുറേ ആളുകൾക്കും അറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. BJP എത്ര സീറ്റ് നേടും? BJP മാക്സിമം വന്ന 0 സീറ്റുകളായിരിക്കും എന്നാണ് എനിക്ക് വിചാരിക്കണം. മാക്സിമം വന്ന 2. ഏതൊക്കെ? അതൊന്ന് നേമവും ഒന്ന് കഴക്കൂട്ടത്ത് V മുരളീധരനായിരിക്കും. എൻ്റെ വിശ്വാസം നേമത്തേക്കാൾ കൂടുതൽ സാധ്യത മുരളീധരൻ ജയിക്കാനാണ്. അതായത് ആദ്യം ജയിക്കാൻ 3 സീറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ V മുരളീധരനായിരിക്കും ജയിക്കുക. കാരണം V മുരളീധരൻ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ ഈ 2 സീറ്റും കടകംപള്ളിയും V ശിവൻകുട്ടിയും അല്ല വേറെ ഏതെങ്കിലും പുതിയ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ജയിച്ചു പോയേനെ. പക്ഷേ ഇവർ 2 പേരും ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ കുറച്ച് പണിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരാൾ V മുരളീധരനാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് നായർ ഈഴവന്മാർക്ക് BJPയോട് വലിയ പ്രേമമുണ്ട്, പക്ഷെ താൽക്കാലികത്തേക്ക് നിവൃത്തികേടിന് CPM ആണ് നല്ലതെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു സർട്ടൈൻ പെർസെൻറ്റേജ്, എല്ലാവർക്കും അല്ല ഞാൻ പറയണം. ഇപ്പോൾ ഈഴവ സമുദായം എന്ന് പറയുന്നത് ഏതാണ്ട് 80, 85, 90 ലക്ഷമുള്ള ഒരു സമുദായമാണ്. ആ 90 ലക്ഷത്തിൽ ഒരു 5 ലക്ഷമോ 8 ലക്ഷം വോട്ടുകൾ അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷെ അത് വളരെ നിർണായകമാണ്, തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമാണ്. മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞ വോട്ട് ചെയ്യുന്ന 10,000 പേരുണ്ടെന്ന് പറഞ്ഞാൽ 2 ലക്ഷം വോട്ടൊക്കെ ഉണ്ട് എറണാകുളം മണ്ഡലത്തിൽ. 2,20,000 വോട്ടുണ്ട്. പക്ഷേ കുറഞ്ഞിട്ട് കാര്യമില്ല, ഈ 10,000 വോട്ട് നിർണായകമാണ്. കാരണം ഈ 10,000 വോട്ട് കിട്ടണമെന്ന് എന്ത് ചെയ്യുള്ളൂ? അതായത് വീണ്ടും LDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭാവിയിൽ BJPയുടെ വലിയൊരു ശക്തിയാണെന്ന്. തീർച്ചയായിട്ടും ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ലോക്സഭയിലേക്ക് വരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ്? നിങ്ങളിനി ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ കൂടിയുണ്ട്. 30 ലക്ഷം വോട്ടാണ് 2016 BJP കിട്ടുന്നത്. 2021 വരുമ്പോൾ കിട്ടുന്നത് 26 ലക്ഷം വോട്ടാണ്. 4,10,000 വോട്ട് അപ്പം തന്നെ കുറഞ്ഞു. ഈ 4,10,000 വോട്ട് കുറയുമ്പോൾ എല്ലാവരും പറയുന്നത് അത് ഡീലാണ്. ഡീലിൻ്റെ അല്ല, അത് അനുഭാവികളാണ് വോട്ട് ചെയ്യുന്നത്. ആ അനുഭാവികൾ എന്ത് ചെയ്യുക? മാറ്റി
ചെയ്യാം. 38 ലക്ഷം പേര് ലോക്സഭയിലേക്ക് BJP വോട്ട് ചെയ്തു. കാരണം എന്താ? നരേന്ദ്രമോദിയുടെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. 32% ആളുകളുണ്ട് ഇവിടെ, ആ ഹിന്ദുക്കളിൽ. ആ ശതമാനത്തിലുള്ള ആളുകൾ അവർക്ക് വോട്ട് ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതുപോലെ സുരേഷ് ഗോപിക്ക് ഇന്ന് ക്രിസ്ത്യൻ വോട്ടുകളും പിടിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താ? പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ വോട്ടുകൾ ഒരിക്കലും ഇവിടെ ചെല്ലില്ല. ഇവിടെ ഏറ്റവും വലിയ CPM-നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് കൂടി അറിയാമോ? ഈഴവ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീയ മുഖ്യമന്ത്രി വരാൻ പോകുന്നത് CPM-ന് വോട്ട് ചെയ്താൽ മാത്രമാണ്. ഓക്കെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുകൊണ്ടേ പറയണം, ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞില്ല ജാതീയമായി. വരാൻ പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയാലും മാത്രമാണ് ഒന്ന്. ഇനി രണ്ടാമത്തത്, നായർമാരെ സംബന്ധിച്ചുള്ള സുധാകരനെ തഴഞ്ഞു. അല്ല, ബാക്കിയുള്ളതിൽ ഏത് നായർ മുഖ്യമന്ത്രിയാണോ എന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. മറ്റോടെ ഏത് നായർ മുഖ്യമന്ത്രിയാണോ എന്നുള്ള പ്രശ്നം. തൊട്ടിപ്പുറത്ത് ഇനി നായർ മുഖ്യമന്ത്രി വരണമെന്ന് ഞാൻ വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ 10ഓളം വരുന്ന നായർ സമുദായത്തിൽ നിന്നുള്ള ആളുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. 2. മൂന്നാമത്തത്, ഒരിക്കലും ഇല്ലാത്ത വിധം NSS-ഉം CPM-ഉമായിട്ട് വളരെ അഭേദ്യമായ ബന്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഗൗതത്തിനോട് മറ്റൊരു കാര്യം കൂടി പറയാം. കാന്തപുരം അബൂബക്കറിന്റെ കേഡർ പാർട്ടിയാണ്. ഒറ്റവരുടെ എന്ത് ചെയ്യില്ല, വേറെ ആർക്ക് കിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാൽ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വോട്ടും അവിടെ എന്ത് ചെയ്യില്ല. അതാണ് കേഡർ ശക്തിയാണ്. അതിന് അവർക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ഇത്തരത്തിൽ ഇതിനെ നിങ്ങൾ കാണുന്നതിനേക്കാൾ താഴേക്ക് നിരവധി സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സെറ്റ് ചെയ്തത് BJP ആണെന്ന്. അല്ല, അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി BJPക്ക് വലിയ പങ്കുണ്ട്. പ്രോ സംഘപരിവാർ അജണ്ടകൾ ഇവിടെ പ്രാമുഖ്യം കിട്ടുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥയുണ്ട്. അത് CPM-ഒക്കെ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, അത് CPM-ഒക്കെ ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ 5 കൊല്ലം ഈ വരുന്ന ഒരു വർഗീയ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ കൃത്യമായി ശ്രദ്ധിക്കുകയും അവിടെ വലിയ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, സോഷ്യൽ മീഡിയയിൽ ഒരു അപ്പർ ഹാൻഡും CPM-നും LDF-നും ഇല്ല. അപ്പർ ഹാൻഡ് ഉള്ളത് ആർക്കാണ്? മുഴുവനുള്ളത് പ്രോ സംഘപരിവാർ ചാനലുകൾക്കാണ്. പറയുമ്പോൾ അവരൊക്കെ അല്ലെന്നൊക്കെ പറയും, പക്ഷെ അതിനാണ് ഉള്ളത്. ഇനി അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ CPM ശ്രമിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന 5 കൊല്ലം പറയുമ്പോൾ അടിയോടുകൂടി തകർന്നു പോകും. ഒരു കാര്യം ഗൗതത്തിനോട് പറയാം, റിസർച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ ബേസിലാണ് ഈ പറയണ. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളും ആളുകളുടെ മനസ്സുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോൾ സാറ്റലൈറ്റ് മീഡിയകളല്ല, പത്രങ്ങളുമല്ല, അത് സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിൽ സാംസ്കാരിക നായകൻ, സോഷ്യൽ മീഡിയ ആണ് ഈവൻ സാറ്റലൈറ്റ് മാധ്യമങ്ങളെ പോലും സ്വാധീനിക്കുന്നത്. ആ സോഷ്യൽ മീഡിയ ചെയ്യുന്ന അതേ പണികളാണ് ഇപ്പോൾ സാറ്റലൈറ്റ് മീഡിയകൾ ചെയ്ത് പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സോഷ്യൽ മീഡിയയിൽ സാംസ്കാരിക നായകരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രോ സംഘപരിവാർ സംഘപരിവാറിനും BJPക്കുമാണ്. ആ മേഖലയിൽ ഒരു മിടുക്കനായിട്ടുള്ള TG മോഹൻദാസ് സാറിനൊക്കെ കിട്ടുന്ന ഒരു TG മോഹൻദാസ് മുതൽ ശ്രീത് പണിക്കർ വരെയുള്ള ആളുകൾക്കും, ഈവൻ ഞാൻ ഇപ്പൊ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട്, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ആളുകൾ, നിരവധി ആളുകൾക്കും ഇത് വളരെ കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് അവരുടെ ഒരു വിജയമാണ്. ഇപ്പൊ നാളെ ഗൗതം ഒരു വീഡിയോ ചെയ്യുന്നു, ഗൗതം ഒരു 10 വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചെയ്തിട്ടു, അതിലൊരു വീഡിയോക്ക് ഭയങ്കര റീച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഗൗതത്തിന് പിന്നെ അതേപോലത്തെ വിഷയങ്ങൾ എടുക്കാനുള്ള താല്പര്യം തോന്നും. 10 ഗൗതം ചെയ്ത് കഴിയുമ്പോൾ ഗൗതത്തിന്റെ സബ്സ്ക്രിപ്ഷൻ കൂടും, ഗൗതത്തിന്റെ വ്യൂട്ടർ ടൈം കൂടും, കിട്ടുന്ന പൈസ പിന്നെ എന്ത് ചെയ്യും, അതേ സബ്ജക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. അതേ ഇവർക്കൊക്കെ ഈ ഒരു വ്യൂവർഷിപ്പ് ബേസ് കിട്ടുന്നത് ആളുകൾ മുഴുവൻ മണ്ടന്മാരായതുകൊണ്ടല്ല, ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ വാസ്തവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല, അങ്ങനെയല്ലാതെ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ മണ്ടന്മാരായതുകൊണ്ട് കൂടി കിട്ടുന്നുണ്ട്. ആ മണ്ടന്മാരായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ആളാണ് എന്ന് തോന്നുക. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന് ആരാധകരായിട്ടുള്ള നിരവധി ആളുകളെ അക്യൂമുലേറ്റ് ചെയ്ത് അതിനകത്ത് കണ്ടെത്തുക എന്ന് പറയുന്ന പരിപാടിയാണ് നടക്കുക. നമ്മുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ അത് തന്നെ. അതായത് നമ്മുടെ വിരുദ്ധ അഭിപ്രായങ്ങളുള്ള 500 പേരും നമ്മുടെ അനുകൂല അഭിപ്രായമുള്ള 500 പേരും അതിനകത്ത് ഉണ്ടാവില്ല. അതിൽ 900 പേരും എന്തായിരിക്കും, നമ്മളോട് അനുകൂല അഭിപ്രായം ഉള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഇവർ എന്ത് പറഞ്ഞാലും വിഴുങ്ങുന്ന ആളുകളുണ്ട്. വെനസ്വേലയിൽ അമേരിക്ക ആക്രമിച്ചത് വെനസ്വേലയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്ന ആളുകൾ അതിനകത്തുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പതുക്കെ ഈ പറയുന്ന ലോജിക്ക് നഷ്ടമാവുകയും അന്ധമായിട്ടൊരു ആരാധന ഇതിനകത്ത് വരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല. ഇതിപ്പോ സ്വരാജ് സംസാരിച്ചാലും നമ്മളാളാണെന്ന് തോന്നുന്നവരാണ് കാണുക. അതെ, ക്രിട്ടിക്കൽ അനാലിസിസ് നടക്കില്ല. കറക്റ്റാണ് താങ്കൾ പറഞ്ഞത്. അതായത് നമ്മുടെ ആളല്ലേ, അത് കറക്റ്റാണെന്ന് പറയുന്ന ചിന്താഗതി. അതേസമയം ഒരു ക്രിട്ടിക്കലായി അതിനെ നോക്കിക്കാണില്ല. ഞാൻ പറയുന്നത് അങ്ങനെ നോക്കിക്കാണുന്നൊരു സമൂഹം വേണം എന്നാണ്. കാരണം അല്ലെങ്കിൽ ഡേഞ്ചറാണ്. പക്ഷെ അതാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ താങ്കൾ പറഞ്ഞ ഇപ്പോൾ എം സ്വരാജ് മാത്രമേ ഉള്ളൂ. അതേസമയം എം സ്വരാജ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു നേതാവാണ്. മറ്റത് നിങ്ങളൊന്ന് ആലോചിക്കണം, TG മുതൽ ശ്രീത് പണിക്കർ വരെയുള്ള എല്ലാ ആളുകളും എവിടെ നിന്ന് ഉയർന്നു വന്നത്? സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം ഉയർന്നു വന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പട്ടാളത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഷാഫി പറമ്പിൽ
ഇവർക്കൊക്കെ വലിയ സ്വാധീനം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ ഒരു വീഡിയോന് അത്രയും റീച്ചാണ്. അതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോയുടെ റീച്ചൊക്കെ പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും. അതുകൊണ്ട് അത് വേണ്ട, വിട്ടേക്ക്. അതൊക്കെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. അത് കറക്റ്റായിട്ട് മറ്റേ പുള്ളി പറഞ്ഞ പോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലേക്ക് റീച്ചും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അതും പറഞ്ഞുതരാം. ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും റീച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടം ഓക്കെ ഒരു ചാനൽ ചർച്ചകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞിട്ടാണെന്ന് ചെയ്യുക. ഷാഫി എപ്പോഴെങ്കിലും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ല. ഷാഫിയുടെ അടുത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇഷ്ടം ആളുകൾക്ക് തോന്നുന്ന രീതിയിലുള്ള റീല് ഇട്ടേക്കണം. പക്ഷേ TG മോഹൻദാസ് മുതൽ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന പ്രോ സംഘപരിവാറിന്റെ ആളുകളെല്ലാം അങ്ങനെ ചെയ്യുന്നവരല്ല. അവർ നമ്മുടെ മൈൻഡിലേക്ക് അവരുടെ ഐഡിയോളജികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ TG മോഹൻദാസ് സാറിനെ ഇപ്പൊ കാണുന്നത് എനിക്ക് സംഘപരിവാറുകാർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ മറ്റ് ഇതര രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും കാണുന്നുണ്ട്. എനിക്ക് പോലും പേഴ്സണലി അറിയാം അത്തരത്തിലുള്ള ആളുകളെ. നിരന്തരമായിട്ട് സംഘപരിവാർ അല്ലാത്ത TG മോഹൻദാസിന്റെ ഒക്കെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈ TG മോഹൻദാസിന്റെ ആളുകൾ കാണുന്നു എന്നുള്ളത് കൊണ്ട്, ഇപ്പം ഞാൻ കാണുന്നു എന്നുള്ളത് കൊണ്ട്, പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം സംഭവിക്കുന്നുണ്ട്. ഈ ഇവരുടെ എല്ലാം വ്യൂവർഷിപ്പ് ആദ്യം ഉണ്ടാകുന്നത് മനഃപൂർവ്വമായി ബോധപൂർവമായി ഇവരൊരു ഹൈപ്പ് കയറ്റി കൊടുക്കുകയാണ്. ആ കയറ്റി കൊടുക്കുകയും അത് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൂടുതൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കാണും. അങ്ങനെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അവർ കൂടി ഇതിൽ ചില കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന് എന്ത് ചെയ്യും, ചിന്തിക്കും. അങ്ങനെയാണല്ലോ ബോധം വളരേണ്ടത്. അങ്ങനെ വളരുള്ളൂ. ഇപ്പം മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച കാണുന്നവരെല്ലാവരും തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല. പക്ഷേ അവർ പറയുന്ന ചില ആ കാര്യത്തിൽ അവർ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ എന്ന് 10 എണ്ണം കാണുമ്പോൾ നമുക്ക് തോന്നും. അങ്ങനെ തോന്നിക്കൊണ്ടാണ് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ പോലും, മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് പോലും അതിനോട് താല്പര്യം തോന്നുന്നത്. അതുപോലെ ഞാനിപ്പോൾ ഒരു കാര്യം കൂടി തോന്നുന്നുണ്ട്. ദളിത് പ്രശ്നങ്ങൾ അവർ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു. അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലുള്ള ഹിന്ദു മതവിഭാഗത്തിൽ തന്നെയുള്ള ദളിത് പിന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക് വലിയ താല്പര്യം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഡെവലപ്പ് ചെയ്തതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷമൊന്നും ചെയ്തില്ല, കോൺഗ്രസ് ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് പിന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ആ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ ആടപടലം തകരൂട.